വോട്ടർമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ ബംഗാൾ കടപുഴകുകയാണ്. കിഴക്കൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കാവിപ്പട പുതിയ ചരിത്രം കുറിക്കുമ്പോൾ മമതാ ബാനർജിയുടെ കോട്ടകൾ ഓരോന്നായി തകരുകയാണ്. ഭാരതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളും ഹിമന്ത ബിശ്വ ശർമ്മയുടെ വികസന രാഷ്ട്രീയവും ചേർന്ന് കിഴക്കൻ ചക്രവാളത്തിൽ ബി.ജെ.പി. വിജയക്കൊടി പാറിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനാണ് രാജ്യമെന്ന് സാക്ഷ്യം വഹിച്ചത്. പശ്ചിമ ബംഗാളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് ബി.ജെ.പി. അധികാരത്തിലേക്കാണ് കുതിക്കുന്നത്. അസമിലാകട്ടെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. ഭരണം നിലനിർത്തുന്നു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റുകളിൽ 169ഓളം സീറ്റുകളിൽ ബി.ജെ.പി. വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു. കേവല ഭൂരിപക്ഷമായ 148 എന്ന കടമ്പ ബി.ജെ.പി. നിഷ്പ്രയാസമാണ് മറികടന്നത്. അതേസമയം ഭരണകക്ഷിയായ ടി.എം.സി 94 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ അട്ടിമറി വിജയത്തിന് പിന്നിൽ പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. അഴിമതിക്കെതിരെയുള്ള വികാരമാണ് അതിലൊന്ന്. അധ്യാപക നിയമന അഴിമതിയും റേഷൻ അഴിമതിയും സാധാരണക്കാരെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങളിൽ മനമെടുത്ത ജനങ്ങൾ സമാധാനത്തിനായി ബി.ജെ.പിയെ തെരഞ്ഞെടുത്തതും അവർക്ക് തിരിച്ചടിയായി. 89 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിനെതിരെയുള്ള ജനരോഷവും തൃണമൂലിന് പണി കൊടുത്തു. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങളും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള പ്രചാരണവും ഗ്രാമീണ മേഖലകളിൽ വലിയ ചലനമുണ്ടാക്കി. ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഉണ്ടായ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ബി.ജെ.പിക്ക് കരുത്തായി. 2025 നവംബറിൽ ബീഹാർ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇന്ന് അനർത്ഥമാവുകയാണ്. ബീഹാറിൽ നിന്ന് ബംഗാളിലേക്ക് ഒഴുകുന്ന ഗംഗാ നദി പോലെ ഈ വിജയം ബംഗാളിലും മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബംഗാളിലെ വോട്ടർമാർ ഹൃദയത്തിലേറ്റുവാങ്ങി. ബംഗാളിലെ ജംഗിൾ രാജ് അവസാനിപ്പിക്കുമെന്ന ബി.ജെ.പിയുടെ വാഗ്ദാനത്തിനാണ് ജനങ്ങൾ അംഗീകാരം നൽകിയത്. അസമിൽ ബി.ജെ.പി. അതിന്റെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചു. 126 സീറ്റുകളിൽ 98ഓളം സീറ്റുകളിൽ ബി.ജെ.പി. മുന്നേറുമ്പോൾ കോൺഗ്രസ് വെറും 26 സീറ്റുകളിൽ ഒതുങ്ങി. ബഹുഭാരത നിരോധനം, ഏക സിവിൽ നിയമം, അനധികൃത നുഴഞ്ഞുകയറ്റം തടയൽ തുടങ്ങിയ ഉറച്ച നിലപാടുകൾ ഹിമന്ത ബിശ്വ ശർമ്മയെ ജനപ്രിയനാക്കി. 2006-ൽ വെറും 34 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബി.ജെ.പി. ഇന്ന് 100 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുക്കുന്നത് പാർട്ടി കേഡർമാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതേസമയം പരാജയഭീതിയിലായ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. വോട്ടെണ്ണലിൽ ക്രമക്കേട് ആരോപിച്ച് അവർ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ജനവിധി ബി.ജെ.പിക്ക് അനുകൂലമാണെന്ന് ട്രെൻഡുകൾ വ്യക്തമാക്കുന്നുണ്ട്. സുവേന്ദി അധികാരി നന്ദിഗ്രാമിലും രത്ന ദേബ്നാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ തങ്ങളുടെ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിലാണ് മുന്നേറുന്നത്. കിഴക്കൻ ഇന്ത്യയിൽ ബി.ജെ.പി. നേടിയ ഈ വിജയം 2026-ലെ മറ്റു സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്നതിൽ തർക്കമില്ല. വികസനത്തിനും സുരക്ഷയ്ക്കും വോട്ട് ചെയ്ത ജനതയ്ക്ക് മുൻപിൽ ബംഗാളിനി പുതിയൊരു പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്.